ഹലോ എവരി വൺ, നമുക്ക് ഇന്ന് കുറച്ച് ഹെന്ന ബോർഡേഴ്സ് പഠിച്ചാലോ. ഞാൻ ഇന്നിവിടെ ഒരു 3 ടൈപ്പ് ഓഫ് ഹെന്ന ബോർഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൂന്നും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഹെന്ന ബോർഡേഴ്സ് നമ്മൾ പൊതുവായി യൂസ് ചെയ്യുന്നത് ബ്രൈഡൽ ഹെന്ന ഡിസൈനിലും, പ്രത്യേകിച്ച് ഇന്ത്യൻ ബ്രൈഡൽ ഹെന്ന ഡിസൈനിലും. ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്ന 3 ബോർഡേഴ്സിലും പൊതുവേ വരുന്ന 2 എലമെൻറ്റ് ലൈൻസും ഹംസും ആണ്. ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ടച്ച് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ എൻഡിൽ മാത്രം ടിപ്പ് വെക്കുക എന്നുള്ളതാണ്. ഒരു തിൻ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു തിക്ക് ലൈൻ കൂടി ആഡ് ചെയ്യുക, എന്നാൽ ഡിസൈൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. വീണ്ടും ഒരു തിൻ ലൈനും കൂടി ചെയ്ത ശേഷമാണ് നമ്മൾ അംസ് വരച്ച് തുടങ്ങേണ്ടത്. എന്നിട്ട് നടുവിൽ നമ്മൾ കുറച്ചുകൂടി സ്പേസ് വിട്ടിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അതിന് മുകളിൽ അംസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ വീണ്ടും ഒരു തിക്ക് ലൈനും ഒരു നോർമൽ ലൈനും കൊടുക്കുക. ഇനിയും നമ്മൾ കൊടുക്കാൻ പോകുന്ന എലമെന്റ് ലൈൻ തന്നെയാണ്. ഇതേപോലെ ചെറിയ സ്പേസ് വിട്ടിട്ട് ഓരോ ലൈൻസ് വീതം ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുക. ഈ ലൈൻസ് വരച്ച ശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, അതായത് ഡോട്ട്സ്. ഇങ്ങനെ 3 ഡോട്ട്സ് വീതം നമ്മൾ ഓരോ ലൈനിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡോട്ട്സ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലൈനിൽ നമ്മൾ 3 ഡോട്ട്സ് ആണ് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ വരയ്ക്കുന്ന ആ ഡോട്ട്സിൻ്റെ പോർഷനിൽ മുകളിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ എൻഡിങ്ങിൽ അവിടെ കുറച്ച് സ്പേസ് കാണും. എന്നാൽ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ അടിയിൽ നിന്നാണ് ഡോട്ട്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് 3 ഡോട്ട്സ് കൊടുക്കുന്ന സമയത്ത് മുകളിലത്തെ ഭാഗത്തും കുറച്ച് സ്പേസ് കാണും. അങ്ങനെ ഒന്നിടവിട്ട് നമ്മൾ ഈ പാറ്റേണിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ ലൈൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഡോട്ട്സിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടിപ്പ് വെച്ചിട്ട് എന്നെ പ്രഷർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു എലമെന്റ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലായില്ല എന്തൊരു സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ലൈൻസും ഹംസും കുറച്ച് ഡോട്ട്സും മാത്രം വെച്ചിട്ട് നമ്മൾ നല്ലൊരു എലമെന്റ് ചെയ്തെടുത്തിപ്പോൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എലമെന്റ് നോക്കാം. ഈ ഒരു എലമെന്റിലും ലൈൻസും ഹംസും ആണ് കൂടുതലായിട്ടും വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു 4 സിംഗിൾ ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മുകളിൽ നമ്മൾ ഒരു സെറ്റ് ഹംസും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഫിനിഷിംഗ് കൂടെ വരാൻ വേണ്ടിയിട്ട് ഈ ഹംസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ഡോട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ 4 സിംഗിൾ ലൈനിൽ 2 സിംഗിൾ ലൈൻ ചേർത്തിട്ട് ഒരു തിക്ക് ലൈൻ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. തിക്ക് ലൈൻ കൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ അടിയത്തെ ലൈനിൽ ഒരു സെറ്റ് ഹംസും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഡിസൈൻ ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടി കൂടിയത്. ഇനി നമ്മൾ ഈ ഹംസിനോട് ചേർത്തിട്ട് സ്പൈറൽസിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ ചെറിയ ഫ്ലവേഴ്സിനെയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഹംസ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെ ചെറിയ ഹംസ് വരച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു 2 സ്പൈറൽസും കൂടി നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതേപോലെ അതിന് ചുറ്റും ഇതേ ഹംസും കൂടി വരയ്ക്കുക. ഹംസിനെ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ചെറുതാക്കിയിട്ട് വരയ്ക്കുക, അപ്പം കൂടുതൽ ഭംഗിയായിട്ട് തോന്നും. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൈറൽസ് വരച്ചിട്ട് അതിന് മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ ഡോട്ട് സെൻറ്ററിലായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ ഗ്യാപ്പ് വന്ന സ്ഥലത്തായിട്ട് ഇതേപോലെ വൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലീഫി സ്ട്രക്ചറിലുള്ള വൈൻസിൻ്റെ ലീഫിന് കുറച്ച് ലെങ്ത് അധികം കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ഈ ഒരു എലമെൻറ്റിന് കുറച്ചും കൂടി ഭംഗി തോന്നിക്കുക. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ എലമെൻറ്റും കൂടി വരയ്ക്കാം. ഇവിടെ നമ്മൾ 4 ലൈൻസ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും 2 ലൈൻ ചേർത്തിട്ട് തിക്ക് ലൈൻ ആക്കിയിട്ട് മാറ്റുന്നു. ഇവിടെ നമ്മൾ മുകളിൽ ഹംസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അടിയിൽ മാത്രമാണ് ഹംസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സെറ്റ് ഹംസ് വരച്ച ശേഷം നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ഈ ഹംസിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് വെർഷനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മലയാളത്തിൽ കറക്റ്റ് റാ എന്ന സ്പെല്ലിങ്ങിനോട് കറക്റ്റ് മാച്ചായിട്ട് വരുന്നൊരു എലമെൻ്റാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അടിയിൽ ജസ്റ്റ് ഒരു ബേസിക് ലൈൻ കൊടുത്തിട്ട് ആ ഒരു ലൈനിലൂടെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതപ്പം ഈ ഒരു ഡിസൈൻ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക.